ഞാൻ CK ബീന, റിട്ടയർഡ് ഇംഗ്ലീഷ് അധ്യാപികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു പുസ്തകവുമായിട്ട് വന്നു, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ്. 2-3 കാരണങ്ങളുണ്ട് രണ്ടാമത്തെ പുസ്തകമായി ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തത്. ഒന്ന്, യുദ്ധം ഇപ്പോൾ നമ്മളുടെ മനസ്സിലും ഒരു ചെറിയ ഭീതി നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ അനുഭവിച്ച, തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ അവളുടെ മരണം വരെ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ പാഠമാണ് നമുക്ക്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഷേക്സ്പിയർ പറഞ്ഞ പോലെ സന്തോഷവുമുണ്ട്, സങ്കടവുമുണ്ട്. സന്തോഷത്തെ നമ്മൾ ആസ്വദിക്കുമ്പോൾ സങ്കടങ്ങളെ നമ്മൾ പാഠങ്ങളാക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മനസ്സിന് ശക്തി ആർജിക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ സഹായിക്കും. അപ്പോൾ എന്താണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ? ജൂതന്മാരായ ആൾക്കാരെ മുഴുവനും, കാണുന്നവരെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ച് അവരെ കൂട്ടക്കുരുതി നടത്തുന്ന ജർമ്മൻ പട്ടാളത്തെ അതിജീവിക്കുന്ന, അല്ലെങ്കിൽ അവരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഒരു കഥയും അതിൽ ലക്ഷക്കണക്കിന് മരിച്ച ആൾക്കാരെയും ഒക്കെ നമുക്കറിയാം. അവിടെയാണ് ഈ കൊച്ചു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ കാലാതീതമായിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അവളുടെ പ്രിയപ്പെട്ട കിറ്റി എന്ന് പറയുന്ന പൂച്ചയ്ക്കാണ് അവൾ ഡയറി എഴുതുന്നത്. പൂച്ചയുടെ പേര് നിങ്ങൾ മറക്കണ്ട, കിറ്റി. അതും ഒരു പരസ്പര ആശ്രിതത്വത്തെ കാണിക്കുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല, നമുക്ക് നമ്മളുടെ സ്നേഹിക്കുന്ന മൃഗങ്ങളോടും നമുക്ക് സംവദിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇവള് ജർമ്മൻ പട്ടാളത്തെ പേടിച്ച് അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാമായി ഒരു കൊച്ചു കുടിസുമുറിയിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കുകയാണ്. പുറത്തുനിന്ന് ജർമ്മൻ പട്ടാളക്കാർ വരുന്ന ഒച്ച കേൾക്കാം, പലരെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വല്ലാത്ത ഒരു ഭീതി നിറഞ്ഞ, നമുക്കറിയാം ഏറ്റവും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഭയപ്പാടുള്ളത് എന്ന് പറയുന്ന സന്ദർഭം ഭീതിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വതന്ത്രമായ ഒരു ലോകത്ത് ജീവിക്കാനാണ് തന്നിരിക്കുന്നത്. അതാണ് പ്രത്യയശാസ്ത്രങ്ങളെയും വിശ്വാസങ്ങളെയും അമിതമായി നമ്മൾ ഇരകളാക്കുവാണെങ്കിൽ, നമ്മൾ അടിമകളാകുവാണെങ്കിൽ, നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇരകളായിട്ട് മാറ്റപ്പെടുകയാണ്. അധികാരത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധങ്ങൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ഭാഗ്യവശാൽ നമ്മളുടെ ഇന്ത്യ അതിനൊന്നും ഭാഗഭാക്കല്ല എന്നുള്ളത് നമുക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം സാധ്യമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധവും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും ഒരു യുദ്ധത്തിൻ്റെ അടിമയായിട്ടോ അല്ലെങ്കിൽ ഇരകളായിട്ടോ മാറാതിരിക്കാനുള്ള മാനസികമായ ആശയങ്ങൾ നമുക്ക്, പരസ്പര ആശ്രിതത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ തീർച്ചയായിട്ടും ഒരു ഭീതി എന്താണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കേട്ടിട്ട് നമുക്ക് വല്ലാണ്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ് മുറി, ഒരു സ്കൂൾ കെട്ടിടം ബോംബിട്ട് തകർക്കപ്പെടുന്നു. അതിൽ ഏതാണ്ട് 100-ൽ പരം കുട്ടികൾ മരിച്ചു വീഴുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര സ്വപ്നങ്ങളാണ്. ബാല്യത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട്, കൗമാരത്തിൻ്റെ സ്വപ്നങ്ങളുണ്ട്, എന്തിനാ വാർദ്ധക്യത്തിലും നമുക്ക് കൊച്ചു കൊച്ചു സ്വപ്നങ്ങളുണ്ട്, നമുക്ക് പറ്റുന്ന യാത്രകൾ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ആ സമയത്താണ് ഈ അധികാരവെറിയുടെയും ഭ്രാന്തിൻ്റെയും ഒക്കെ ഇരകളായിട്ട് സ്വപ്നങ്ങളിൽ ജീവിക്കാൻ അനുവദിക്കാതെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു എന്നുള്ളത്. അപ്പോൾ ഇതേ സാഹചര്യം നമ്മൾ ഭീതിയോടുകൂടി കണ്ടിരുന്ന നമ്മുടെ ആൻ ഫ്രാങ്ക് എന്താ പറയുന്നതെന്ന് നോക്കൂ. ഇന്നലെ രാത്രി തോക്കുകളുടെ ശബ്ദം കേട്ട് ഞാൻ വല്ലാതെ ഭയന്നു. അമ്മ ജനാലകൾ അടച്ച് ഭദ്രമാക്കി. ഞാൻ രാത്രി മുഴുവൻ പേടിച്ചാണ് കഴിഞ്ഞത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകരുത്. ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ ഒരു പുസ്തകം നമ്മുടെ പ്രചോദനമായിട്ട് നമ്മൾ മാറ്റണം. അവൾ വീണ്ടും തുടരുകയാണ്. ആശുപത്രികളെല്ലാം പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു. നിസ്സഹായരായി തീർന്ന കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ അച്ഛനെയും അമ്മയെയും തേടി നടക്കുകയാണ്. ഇതൊക്കെ കേട്ട ശേഷം അകലെ നിന്ന് ഒരു ഇരമ്പം കേൾക്കുമ്പോൾ എൻ്റെ സർവ്വനാഡികളും തളർന്നു പോകും. ഭയമാണ്, നിസ്സഹായതയാണ്. അടുത്തത് എന്താണ്? അടുത്ത നിമിഷം എന്താണ്? ബോംബ് പൊട്ടി അവർ ഒളിവിൽ താമസിച്ചിരിക്കുന്ന ആ വീട് തകർക്കപ്പെടുമോ? അല്ലെങ്കിൽ അവരെ ബന്ദികളാക്കിക്കൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുമോ? ഒരു പെൺകുട്ടിയുടെ ഭയപ്പാടുള്ള എഴുത്തുകളാണിതെല്ലാം. കേൾക്കൂ. രാത്രി അത്താഴത്തിനിരിക്കുമ്പോൾ വീണ്ടും ബോംബാക്രമണ മുന്നറിയിപ്പിൻ്റെ സൈറൺ മുഴങ്ങി.
നല്ല വിശപ്പുണ്ടായിരുന്നു, ഭക്ഷണവും നന്ന്. പക്ഷെ ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? 40 മിനിറ്റിന് ശേഷമാണ് ക്ലിയറൻസ് സൈറൺ മുഴങ്ങിയത്. ഇന്നത്തെ പരാക്രമം കഴിഞ്ഞു കാണും എന്ന് ആശ്വസിക്കാൻ തുടങ്ങും മുമ്പ് പിന്നെയും ബോംബ് വർഷം തുടങ്ങി. ഇപ്പോഴത് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ജീവൻ വാരി പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ, കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എത്ര എന്താ പറയുന്നത്, ഓരോ വാക്കുകളും അനുഭവങ്ങളാകുന്ന രീതിയിലാണ്. അത് അവളുടെ അനുഭവമാണ്. അത് വായനക്കാരിലേക്കും ആ ഒരു നിസ്സഹായതയും ഭീതിയും പടർത്തുന്ന രീതിയിലാണ് ആ വരികൾ അവൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഏത് ചാലഞ്ചസിൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിനൊരു കരുത്തുണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ തിരിച്ചറിയേണ്ടത്. ഭയപ്പാട്, ജീവൻ മരണ പോരാട്ടം, ഏത് നിമിഷം വേണമെങ്കിലും തകർക്കപ്പെടാം ജീവിതം എന്ന് അറിയുമ്പോഴും നമ്മുടെ മനസ്സിനൊരു കരുത്തുണ്ട്. അത് പ്രതീക്ഷ കൈവിടുകയില്ല. അപ്പോഴും അവൾ വളരുന്നുണ്ട്. ഒരു പെൺകുട്ടിയായിട്ട് കൗമാരക്കാരിയുടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്, ഒരു സൗഹൃദത്തെ ആസ്വദിച്ചുകൊണ്ട്, അവൾ കിറ്റിയോടെല്ലാം പങ്കുവെച്ചുകൊണ്ട്, അവൾ സ്വയം പര്യാപ്തത നേടുന്ന ഒരു പെൺകുട്ടി ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ തളരാത്ത ആൻ ഫ്രാങ്കിൻ്റെ ഒരു മനസ്സുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ പുസ്തകം കാലാതീതമായ ഈ അക്ഷരങ്ങൾക്ക് മൂല്യം വരുന്നതും അവിടെയാണ്. അവൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ പറയുന്നു, അന്ന് സ്വപ്നം കണ്ടതോടെ എനിക്ക് പക്വത കുറെ ഏറിയിട്ടുണ്ട്. വാൻഡാൻ ദമ്പതികളോട് പോലും ഞാൻ മയത്തിലാണ് പെരുമാറുന്നത്. മിസ്സിസ് വാൻഡാൻ പിശുക്കയും സ്വാർത്ഥയുമാണ്. പക്ഷേ അവരെ നമ്മൾ പ്രകോപിപ്പിക്കാത്തിടത്തോളം നമുക്ക് അവരെ കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തോ വസ്തുതകളുടെ ഒരു വശം മാത്രമാണ് കാണുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം ഒരു പെൺകുട്ടിയുടെ, പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികമായ വളർച്ച അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന വരികൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അവൾക്കൊരു നല്ല സൗഹൃദമുണ്ട്, പീറ്റർ. ആ പീറ്ററിനോട് അവളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. പീറ്ററിനോട് അവൾ പങ്കുവെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇവിടെയും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു നമ്മുടെ ഭൂമിയെ നമ്മൾ കാണണം എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇവിടെയും പീറ്റർ അവളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പീറ്റർ പറയാണ്, പ്രകൃതിയെ നോക്കൂ, സൂര്യനെയും പ്രകൃതിയെയും കണ്ടുറന്ന് കണ്ട് ആനന്ദിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ബന്ദിയാക്കപ്പെടാം, ഏത് നിമിഷവും ഒരു ബോംബ് ജീവൻ എടുക്കാം എന്ന് പറയുന്നിടത്താണ് അവളുടെ ആത്മവിശ്വാസം വരുന്നത്. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം വീണ്ടെടുക്കുവാൻ ശ്രമിക്കാം. ഉള്ളിലും പുറത്തുമുള്ള സൗന്ദര്യത്തിൽ മുഗ്ധരാകാൻ ശ്രമിക്കൂ, സന്തോഷിക്കൂ. ഇത് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്നതാണ്. ഈ മനസ്സിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് നമ്മളെ സ്വയം നഷ്ടപ്പെടുത്താതെ കുറേയൊക്കെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. അവൾ പറയുന്നുണ്ട്, ഈ പീറ്ററുമായിട്ടുള്ള സൗഹാർദ്ദം ഇങ്ങനെയായിരുന്നെങ്കിൽ, സൗഹാർദ്ദത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നൂലിഴകൾ പിരിച്ചു ചേർത്ത മനോഹരമായ ഹൃദയബന്ധം ക്രമേണ വളർന്നു വരികയാണ്. ഏത് കാലത്തും ഏത് പ്രായത്തിലും നമുക്ക് നമ്മളുടെ കുറവുകളെയും നേട്ടങ്ങളെയും നന്മകളെയും സങ്കടങ്ങളെയും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരു സൗഹൃദം നല്ലതാണ്. അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാവട്ടെ, അല്ലെങ്കിൽ ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, തീർച്ചയായിട്ടും ഒരു ഊഷ്മളമായ സൗഹൃദം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. കാരണം പീറ്ററും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതാണ്. അയാളും ഒളി സങ്കേതത്തിലാണ്. ഇവർ രണ്ട് കുടുംബവും ആ ഒളി സങ്കേതത്തിൽ താമസിക്കുന്നവരാണ്. അവരനുഭവിക്കുന്നത് ഒരേ വികാരമാണ്, ഭയത്തിൻ്റെ, നിസ്സഹായതയുടെ, അതിനിടയിലും പ്രത്യാശയുടെ, പ്രതീക്ഷ നഷ്ടപ്പെടാത്ത മനസ്സിൻ്റെ എല്ലാ വികാരങ്ങളെയും അവർ പരസ്പരം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ തീവ്രമായ ഒരു മനസ്സിലാക്കലിനുള്ള സാധ്യതയും അവിടെ തെളിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വായിച്ചു തീരുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ അറിയാതെ തന്നെ വീഴും. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ഇത്രയും ആയെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്കും ഇതിനാവില്ലേ എന്ന് ഒരു പ്രതീക്ഷയുടെ ചോദ്യവും വരും. നമുക്കിന്നറിയാം, ഗ്യാസ് എല്ലാവർക്കും ഭയമാണ്. കേരളത്തിലും ഗ്യാസ് എപ്പോൾ ബുക്ക് ചെയ്യും, ഗ്യാസ് കിട്ടാനില്ല, അല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചു എന്നൊക്കെ പറയുന്നത് ഭീകരമായിട്ട് അനുഭവിക്കുന്ന ഈ ഒരു യുദ്ധം, അത് ഇറാനും ഇസ്രായേലും തമ്മിലാണെങ്കിൽ പോലും അതിൻ്റെ സാഹചര്യങ്ങൾ, കോൺസിക്വൻസസ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അന്ന് കൽക്കരിയെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. പ്രിയപ്പെട്ട കിറ്റി, 1 മാസത്തോളമായി കൽക്കരിക്ക് വലിയ ക്ഷാമമാണ്. ഇപ്പോൾ തണുപ്പാണെങ്കിലോ ശക്തവും. ഈ സമയത്ത് കൽക്കരി കിട്ടാതെ വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കുക. റഷ്യൻ മുന്നണിയിൽ അത്യുഗ്രൻ യുദ്ധം നടക്കുന്നു. റഷ്യ മുന്നേറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. റഷ്യൻ സേന പോളണ്ടിന്റെ അതിർത്തിക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. റുമാനിയയിലെ പ്രൂത് നദീതീരത്ത് റഷ്യൻ സേന എത്തിയെന്നാണ് കേൾക്കുന്നത്.
ടെർണോപോൾ നഗരം അവർ വളഞ്ഞിരിക്കുന്നു അത്രേ. സ്റ്റാലിൻ്റെ പ്രത്യേക സന്ദേശം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ രാത്രിയും പിന്നിടുന്നത്. തോക്കുകളിൽ നിന്നും മുകളിലേക്ക് വെടി ഉയർത്തുകൊണ്ടാണ് പോലും റഷ്യക്കാർ മോസ്കോവിൽ പട്ടാളക്കാരെ അഭിവാദ്യം ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ജീവിക്കുന്ന മുഖം ഇത് അവള് അനുഭവിച്ചുകൊണ്ട് എഴുതുന്നതാണ്, കണ്ടുകൊണ്ട് എഴുതുന്നതാണ്. നമ്മുടെ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്, ചില ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ അവർക്ക് ഇപ്പോൾ UAE-യിലൊക്കെ യുദ്ധങ്ങൾ വന്നു, അതിൻ്റെ കെടുതികൾ പറയുമ്പോൾ അവർക്കൊക്കെ ചില ഫ്ലാറ്റുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. കാരണം അതിനോടനുബന്ധിച്ച് ബാങ്കുകളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ അവരത് ബോംബിടുന്നവരത് ടാർഗറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവിടെ സുരക്ഷിതമല്ല എന്ന് കണ്ടുകൊണ്ട് മാറുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ വീഡിയോയിൽ പകർത്തി അവിടെ മിസൈലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നതും ശബ്ദങ്ങൾ കേൾക്കുന്നതും അതിൻ്റെ അറിയിപ്പുകൾ വരുന്നതും ഒക്കെ ഇട്ടുകൊണ്ട് വീഡിയോകൾ എടുത്തു. അപ്പോൾ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് അതൊരു കാഴ്ചകൾ മാത്രമാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ജീവിതമാണ് എന്നുള്ളതാണ് നമ്മൾ മറക്കരുതാത്തത്. പല കുഞ്ഞുങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നില്ല എങ്കിലും നമ്മുടെ മലയാളി പ്രവാസികൾ എന്നല്ല, പ്രവാസികൾ അനുഭവിക്കുന്ന ജീവിതം ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധ നേടുന്നതും അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്നതും ഈ ഒരു സമയത്ത് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി കുട്ടികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവൾ കൃത്യമായി പറയുന്നുണ്ട്, യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കാനിടയില്ല. സെപ്റ്റംബർ കഴിഞ്ഞാൽ എൻ്റെ 2 സ്കൂൾ വർഷമാണ് എനിക്ക് നഷ്ടമാകുന്നത്. പിന്നെ ഞാൻ സ്കൂളിലോട്ട് പോയിട്ട് എന്ത് ഫലം? പക്ഷെ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ വെറും ബുദ്ധൂസായി പോകും. എൻ്റെ ആഗ്രഹം ഒരു പത്രപ്രവർത്തകയാകാനാണ്. എനിക്ക് അത്യാവശ്യം സർഗാത്മകതയുണ്ട്. എൻ്റെ കഥകളൊന്നും മോശമല്ല. എൻ്റെ ഈ ഡയറി തന്നെ വ്യക്തവും ജീവൻ തുടിക്കുന്നതുമാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ സംഗീതത്തിലെ എൻ്റെ ജീവിതം ഞാൻ പകർത്തിയതും നന്നായിട്ടുണ്ട്. പക്ഷേ എൻ്റെ യഥാർത്ഥ പ്രതിഭ കണ്ടെത്താൻ ഇനിയും കാത്തിരിക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മളാണെങ്കിലോ ഒന്ന് അച്ഛൻ വഴക്ക് പറഞ്ഞാൽ, അമ്മ വഴക്ക് പറഞ്ഞാൽ, അധ്യാപകരൊന്ന് മുഖം കറുത്താൽ, നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് നമ്മുടെ വിഷയങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ, മൊബൈല് കാണരുത് എന്ന് അമ്മ നിർബന്ധിച്ചാൽ ജീവനൊടുക്കുന്ന കുട്ടികളുള്ള കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതം, സാഹചര്യങ്ങളൊന്നും നമ്മൾക്ക് ഇതുപോലെ പ്രതിസന്ധികൾ തന്നിട്ടില്ല. ആ പ്രതിസന്ധിയിലും അവൾ പറയാണ്, എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, എനിക്ക് പഠിക്കണം, എനിക്കൊരു പത്രപ്രവർത്തകയാകണം. സാമൂഹികമായ ബോധം അവളിൽ ആ ചെറിയ പ്രായത്തിലെ ഉണ്ടായതുകൊണ്ടാണ് ഒരു പത്രപ്രവർത്തനം അവള് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുന്നത്. ഇത്തരം പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത് കൃത്യമായിട്ടും എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. അവള് പറയാണ്, അമ്മയെയും മിസ്സിസ് വാൻഡിനെയും പോലെ അടുക്കളയിൽ ജീവിതം കഴിച്ചുകൂട്ടി ഓർമ്മിക്കാൻ ഒന്നും ബാക്കിയില്ലാതെ കടന്നു പോകുക എന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും ആവില്ല. ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനപ്പുറം എനിക്ക് എൻ്റേത് മാത്രമായ ലോകവും ഉണ്ടാകണം. മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ഉത്തരവാദിത്വമായിട്ടും. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എവിടെയൊക്കെയോ ഉള്ള ആളുകൾക്ക് പോലും എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. ഈ സർഗാത്മക വൈഭവം എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ കഴിവ് ഞാൻ വളർത്തിയെടുക്കും. എൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ തേച്ചുമിനിക്ക് അവതരിപ്പിക്കാൻ ഞാൻ പ്രയോജനപ്പെടുത്തും. എൻ്റെ ഹോബികൾ എന്തൊക്കെയൊന്നും നീ ചോദിച്ചില്ലേ കിറ്റി? എനിക്ക് കുറേ അധികം ഹോബികളുണ്ട്. ഒന്നാമത്തേത് എഴുത്ത് തന്നെ, രണ്ടാമത്തേത് വായന. ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് അവളുടേതായ ഒരു സ്പേസ് അവൾ കണ്ടെത്തണം. നമ്മളിപ്പോൾ എല്ലാവരോടും നമ്മൾ പറയും, ഒരു ചെറിയ ഇടം, സ്വന്തമായ ഇടം, ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് എനിക്ക് എന്താകും എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ എന്താകണമെന്ന് നമ്മുടെ മനസ്സുത്തരം തരും. അതേ വഴികളിലേക്ക് നമ്മൾ അന്വേഷിച്ചിറങ്ങും. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നമ്മുടെ യൂണിവേഴ്സ് തരികയും ചെയ്യും. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവൾ വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. വംശാവലിയുടെ ചാർട്ട് തയ്യാറാക്കണം എന്നാണ് അവൾ പറയുന്നത്. നമ്മൾ അച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ ഈ വംശാവലിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൽ നോക്കൂ, പുസ്തകങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഇംഗ്ലീഷ്, റഷ്യൻ, ഓസ്ട്രിയൻ, ഡച്ച്, ഹംഗേറിയൻ എന്നീ രാജകുടുംബങ്ങളെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ ഞാൻ ശേഖരിക്കും. അതെല്ലാം ഞാൻ രേഖപ്പെടുത്തും. ജീവചരിത്രങ്ങളിൽ നിന്നും ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ വേണ്ട വിവരങ്ങൾ കുറിച്ചു വയ്ക്കാറുള്ളതിനാൽ ഈ ജോലിയിൽ നല്ല പുരോഗമനമുണ്ട്. പിന്നത്തെ ഹോബി എന്താണെന്നറിയാവോ? ചരിത്ര ഗവേഷണം. ഇവൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ജർമ്മൻ പട്ടാളക്കാരെ പേടിച്ച് ഏത് നിമിഷവും മരണത്തിന് കീഴടങ്ങുമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് അവളെ തേച്ചു മിനിക്കുന്നത്, അവളുടെ വ്യക്തിത്വത്തെ അവള് തേച്ചു മിനിക്കുന്നത്. നിലൂഫർ ഡെമിർ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകയെ നിങ്ങൾക്ക് അറിയണം. ഒന്നുകൂടെ ഞാൻ ആ പേര് പറയാം, നിലൂഫർ ഡെമിർ. അലിയാൻ ഖുർദി എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയെയും നിങ്ങൾ അറിയണം. അപ്പോൾ നിലൂഫർ ഡെമിർ എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി.
ഉടൻ തന്നെ അലിയാൻ ഖുർദി എന്ന് പറയുന്ന ഒരു ചുമന്ന ഉടുപ്പിട്ട് ഒരു വലിയ കടൽ തീരത്ത് കമന്ന് കിടക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നറിയാവോ? ഇതുപോലെ നാച്ചുറൽ കലാമിറ്റിയും വാറിൻ്റെയും ഒക്കെ ഇരകളായിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുമ്പോൾ യൂറോപ്യൻ യൂണിയൻ അവരുടെ ഈ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളുടെ മുന്നിൽ അവരെ ഇനി പ്രവേശിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടുള്ള പ്രവേശനത്തെ അവർ നിരാകരിച്ചു. ആ നിരാകരണത്തിൽ ഇരയായി മരിച്ചു വീണ അലൻ ഖുർദിയുടെ ചിത്രം പകർത്തിയത് ഇന്ന് ലോകം മുഴുവൻ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന നിലുഫർ ഡെമിർ എന്ന് പറയുന്ന ഒരു ലേഡി പത്രപ്രവർത്തകയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേജ് ഇത് ഒരു വിവർത്തനമാണ്. കിളിരൂർ രാധാകൃഷ്ണൻ സാറാണ് എഴുതിയത്. അതിൻ്റെ 74-ാമത്തെ പേജിലാണ് എനിക്ക് കൃത്യമായ ഒരു ആത്മവിശ്വാസം തരുന്ന വരി. അവിടെയും അവൾ എഴുതുന്നുണ്ട്, എനിക്ക് ഉയർന്ന നീതിബോധമുണ്ട്, ജീവിതത്തെ ഞാൻ ധീരമായി തന്നെ നേരിടും, എനിക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്, എനിക്ക് അഭിപ്രായങ്ങളുണ്ട്, മതമുണ്ട്, പ്രണയമുണ്ട്, എൻ്റെ ലക്ഷ്യം നേടിയാൽ മാത്രമേ എനിക്ക് സംതൃപ്തി ഉണ്ടാകൂ, ഞാനൊരു സ്ത്രീയാണ്, കരുത്തുറ്റ സ്ത്രീ. ഇതൊരു മന്ത്രം പോലെ വരണം നമ്മുടെ ഒക്കെ മനസ്സുകളിൽ. ജീവിതത്തിനകത്ത് കുറേ പ്രശ്നങ്ങൾ വരട്ടെന്നേ, പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കരുത്തുണ്ടാവണേ. അതിനെ ആ ജീവിതത്തെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. പ്രശ്നങ്ങൾ തരുന്ന അതേ ജീവിതം തന്നെ നമുക്ക് പരിഹാരവും തരും. തീർച്ചയായിട്ടും ഇതെല്ലാം അവൾ എഴുതി, എല്ലാ കാര്യങ്ങളും അവൾ പറയുന്നു. അവളുടെ കൗമാരപ്രായത്തിലേക്കുള്ള ബിഹേവിയറൽ ചേഞ്ചസ് പറയുന്നു. അവളുടെ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ. ഇവിടെ അവർ തുറന്നു പറയുന്നുണ്ട്. അതെല്ലാം അവൾ കൃത്യമായി പറയുന്നു. അവളുടെ ഒരു പെൺകുട്ടിയുടെ വളർച്ച പറയുന്നു. പിന്നെ അങ്ങനത്തെ ഒരു ഒളിസങ്കേതത്തിൽ പോലും അവൾ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്ത ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന വർഗത്തിൻ്റെ ഈ നശീകരണ വാസന മനുഷ്യവർഗത്തിൻ്റെ തന്നെ കൂടപ്പിറപ്പാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും അവൾ പറയാണ്, ഇടയ്ക്കെന്നെ ദുഃഖവും നിരാശയും പിടികൂടാറുണ്ട്, എങ്കിലും ഞാൻ അതിന് അടിമയാവില്ല. ഈ ഒളിവ് ജീവിതം തികഞ്ഞ സാഹസികതയോടെ രസകരമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ എൻ്റെ അനുഭവങ്ങൾ ഭാവിയിൽ വ്യത്യസ്ത ഒരു ജീവിതം നയിക്കാൻ എന്നെ സഹായിച്ചേക്കും. കാരണം അതൊരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു അനുഭവമാണ്. അതിൽ അവൾ വിജയിച്ചാൽ അവൾ എവിടെയായിരിക്കും എത്തിപ്പെടുക? അങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് ഇനിയും ആവശ്യം. സ്വന്തം ജീവിതത്തെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് സെൽഫ് മോട്ടിവേഷനിലൂടെ ജയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരുപാട് കുട്ടികൾ. പക്ഷേ ഞാൻ ഇത്രയൊക്കെ പോസിറ്റീവ് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവള് ഭയങ്കരമായിട്ട് അവള് ജയിച്ചു, അവളെ ഒരു നീതിബോധത്തിനും അല്ലെങ്കിൽ അവൾക്ക് ഈ ഭരണകൂടം അടിച്ചമർത്തപ്പെട്ട അനീതിക്കൊന്നും അവളെ തളർത്താനായില്ല. പക്ഷേ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് അച്ഛനെയൊക്കെ രക്ഷപ്പെടുത്തി. നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്തായിരുന്നു എന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അന്വേഷിക്കണേ. അതെന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ള ഗ്യാസ് ചേംബറുകളിൽ വെച്ചുകൊണ്ട് ഗ്യാസിൽ അവരെ കൊടുത്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യുന്നതാണ്. ഇത്രയും വലിയ അനീതി മൃഗങ്ങളോട് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള സാംസ്കാരിക സമ്പന്നൻ എന്ന് പറയുന്ന മനുഷ്യരോട് ചെയ്യുന്ന അനീതികളായിരുന്നു കാലചക്രങ്ങളിൽ ഉണ്ടായിരുന്നത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ എങ്ങനത്തെ മനുഷ്യനാകരുത് എന്നൊരു പാഠം ഇതിലൂടെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അവിടെയാണ് ഈ പുസ്തകമൊക്കെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത്. പക്ഷേ വളരെ എന്താ പറയുന്നത്, നിർഭാഗ്യവശാല് അവളുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് വേദനാജനകമാകും. അതിനകത്ത് പറയുന്നത് മാർച്ച് ആദ്യവാരത്തിലെ ഒരു സന്ധ്യാനേരത്ത് പനി മൂർച്ഛിച്ച് മാർഗോട്ട് മരിച്ചു. മാർഗോട്ട് എന്ന് പറയുന്ന അവളുടെ മൂത്ത സഹോദരിയാണ്. സ്വസഹോദരിയുടെ മരണം നേരിൽ കണ്ട് ആൻ ചങ്കുപൊട്ടിക്കരഞ്ഞു. അതോടെ അവശേഷിച്ച ആത്മധൈര്യം കൂടി അവൾക്ക് നഷ്ടപ്പെട്ടു. ആനും ശക്തിയായ ജ്വരബാധയ്ക്ക് അടിമയായി. അവൾ തൻ്റെ ബാല്യകാലം മുതൽക്കുള്ള ഓർമ്മകൾ പലതും അബോധാവസ്ഥയിൽ പുലമ്പിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ നേർത്ത ദീപനാളം അണഞ്ഞുപോയി. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ ആ നിഷ്കളങ്കിയായ പെൺകുട്ടി സ്വയം ഒരു സ്വപ്നമായി മാറി. പക്ഷേ അത് കാലം ഫിസിക്കലി ആൻ ഫ്രാങ്ക് ലോകത്തുനിന്ന് പോയിട്ടുണ്ടാവാം. പക്ഷെ അവളുടെ അക്ഷരങ്ങൾക്ക് പ്രതിദിനം ശക്തി കൂടുകയാണ്. അതുകൊണ്ടാണ് കാലം അതിനെ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരു പൂച്ചക്കുട്ടിയെയും നിയോഗിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കൂ. എഴുതുകയാണ്, റഷ്യൻ സേനയുടെ ഇടപെടലിലൂടെ ആനിൻ്റെ പിതാവ് ആട്ടോ ഫ്രാങ്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കാലം അതിൻ്റെ നിയോഗം കൃത്യമായി ചെയ്തിരിക്കും. ആര് എങ്ങനെ കാലാതീതമായി ജീവിക്കണം, അക്ഷരങ്ങളിലൂടെയെങ്കിൽ അങ്ങനെ, ചിത്രങ്ങളിലൂടെയെങ്കിൽ അങ്ങനെ, നൃത്തങ്ങളിലൂടെയോ ശില്പങ്ങളിലൂടെയോ എങ്കിൽ അങ്ങനെ, ശബ്ദത്തിലൂടെയെങ്കിൽ അങ്ങനെ. SP ബാലസുബ്രഹ്മണ്യം ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരനാണ്.
അദ്ദേഹം കാലം ഉള്ളിടത്തോളം, സംഗീത പ്രേമികൾ ഉള്ളിടത്തോളം, ലോകമുള്ളിടത്തോളം ഓർമ്മിക്കപ്പെടും. അതൊക്കെ എഴുതി വെച്ചതാണ്, ലിഖിതമാണ് ഇവിടെ പ്രപഞ്ചത്തിൽ. അതുപോലെ ആംസ്റ്റർഡാമിൽ മടങ്ങിയെത്തിയ അദ്ദേഹം മീപ്പിൻ്റെ വീട്ടിലെത്തി. മീപ്പ് കണ്ടെടുത്ത് സൂക്ഷിച്ചിരുന്ന ആനിൻ്റെ ഡയറി അവൾ ആട്ടോ ഫ്രാങ്കിനെ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാവോ, ജർമ്മൻ പട്ടാളക്കാർ ആ ഒളിസങ്കേതത്തിൽ വരുമ്പോൾ ആദ്യം അമൂല്യമായ വസ്തുക്കൾ മാറ്റിവെക്കുന്നതിനോടൊപ്പം ആൻ ഫ്രാങ്കും കൂട്ടരും ആദ്യം മാറ്റിവെച്ചിരുന്ന കൂട്ടത്തിലുള്ളതാണ് അവളുടെ ഡയറി. കാരണം അത് നിയോഗിക്കപ്പെട്ടതാണ്. അത് കാലാതീതമായി വരണം, കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എത്തണം. തീർച്ചയായിട്ടും അത് നിയോഗിക്കപ്പെട്ടു, അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്നും ആ ഡയറി എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പ്രചോദനമായി നിലകൊള്ളുന്നു. സമാധാനത്തിൻ്റെയും സാർവലൗകിക സ്നേഹത്തിൻ്റെയും വേദപുസ്തകമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി. ലോക സമാധാനം കാംക്ഷിക്കുന്ന ഒരു ജനത ഉള്ളിടത്തോളം കൃത്യമായി അടയാളപ്പെടുത്തുന്നു ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്ക് മരണമുണ്ടാകും.